ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിക്കഥ തുടരുന്നു. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയോട് മറുപടിയില്ലാത്ത 2 ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. പുതിയ പരിശീലകന് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കിടിലം തിരിച്ചുവരവ് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും തോൽവി നേരിടുന്നത് തുടരുകയാണ്. പ്രതീക്ഷ നൽകുന്ന പ്രകടനം പുറത്തെടുക്കാൻ ഒരു താരത്തിനും സാധിക്കുന്നില്ലെന്നത് നിരാശപ്പെടുത്തുന്നു. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ 6ാം തോൽവി. എതിരില്ലാത്ത 2 ഗോളിന് സ്പോർട്ടിംഗ് ഡൽഹിയാണ് മഞ്ഞപ്പടയെ പരാജയപ്പെടുത്തിയത്. മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന മുഹമ്മദ് ഐമൻ, മാത്യു ബാവോസിച്ച് എന്നിവരാണ് ഡൽഹിക്ക് വേണ്ടി ഗോൾ നേടിയത്. പുതിയ പരിശീലകൻ ആഷ്ലി വെസ്റ്റ്വുഡിന് കീഴിലിറങ്ങിയ കേരള ടീമിന് ഇരു പകുതികളിലും പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാനായില്ല. പന്തെടുക്കത്തിലും ഗോൾ പോസ്റ്റിലേക്ക് മികച്ച ഷോട്ടുകൾ പായിച്ച് മികച്ചു നിന്നെങ്കിലും ഗോൾ മാത്രം ബ്ലാസ്റ്റേഴ്സിന് നേടാനായില്ല. നിലവിൽ 7 മത്സരത്തിൽ സമനില മാത്രമുള്ള ബ്ലാസ്റ്റേഴ്സിന് 1 പോയിന്റ് മാത്രമാണുള്ളത്. തരം താഴ്ത്തൽ ഭീഷണി നേരിടുന്ന ക്ലബ് നിലവിൽ 13ാം സ്ഥാനത്താണ്. ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡേവിഡ് കറ്റാലയെ പുറത്താക്കിയിരുന്നു. വരും ഹോം മത്സരങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ആരാധക കൂട്ടായ്മ മഞ്ഞപ്പടയും വ്യക്തമാക്കി. ആരാധകരുടെ വികാരത്തെ മാനിക്കുന്ന യാതൊരു നടപടിയും ക്ലബ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് അവരുടെ വാദം. ബ്ലാസ്റ്റേഴ്സിന് സമാനമായി മോശം ഫോമിലാണ് ഡൽഹിയും. സീസണിലെ ആദ്യ ജയമാണ് ഇവർ നേടിയത്.